എൻ്റെ ബോഡി എൻ്റെ എന്ത് ചോയ്സ്, ഞാൻ എന്തുവാക്കും. നിന്റെ ബോഡിയല്ല, നിന്റെ റബ്ബ് നിനക്ക് തന്ന ബോഡി, നിന്റെ റബ്ബ് നിനക്ക് തന്ന ബോഡി. എന്നിട്ട് അതിനെ കൊണ്ട് എന്താക്കണം എന്ന് ആ തന്നവൻ പറഞ്ഞിട്ടുണ്ട്. വല്ലാണ്ട് കിബറ് കളിക്കണ്ട, ഒറ്റ സെക്കൻഡ് കൊണ്ട് കിടത്തി കളയും. ഒരൊറ്റ സെക്കൻഡ് മതി. ജിബ്രീലിന്റെ ചിറകിന്റെ മൂല കൊണ്ടാണ് ആദിനെ നേരെ അട്ടിമറിച്ച് മുകളിൽ താഴെയും താഴെ മുകളിലും ആക്കിയിട്ട്. അതുകൊണ്ടാ ഇപ്പം കുഴിക്കുമ്പം കാണുന്നത്. ഇപ്പൊ ആൾക്കാർ കുഴിക്കുമ്പാണ് അന്നത്തെ ചട്ടിയും പാത്രവും എല്ലാം കിട്ടുന്നത്. ജിബ്രീൽ ചിറകിന്റെ ഒരു മൂല കൊണ്ട് അങ്ങനെ തട്ടി. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ടെന്നറിയോ? ആ ജിബ്രീൽ അങ്ങനത്തെ എത്ര ചിറകുണ്ടെന്നറിയോ? 500 600 ചിറകുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതിലൊന്ന് വിടർത്തിയാൽ ഈ ദുനിയാവും അതിലുള്ള സർവ്വതും അതിന്റെ അടിയിൽ നിൽക്കും. അത്ര വലിയ മഖ്ലൂഖാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം നേർക്ക് നേരെ ജിബ്രീലിന്റെ കോലത്ത് കണ്ടു. 2 പ്രാവശ്യം പേടിച്ചു കണ്ടിട്ട്, വിറച്ചിട്ട് പനി പിടിച്ചു. കാരണം അങ്ങനത്തെ കോലം. അങ്ങനെയുള്ള പട്ടാളക്കാരുള്ള അള്ളാനോടാണ് ഇവൻ പറയുന്നത്, എന്റെ ബോഡി എന്റെ ചോയ്സ്, ഞാൻ എന്താന്ന് വെച്ചാൽ ആക്കും, നിങ്ങൾ എന്താ ചെയ്യാ. കൂടുതലും പെമ്പിള്ളർക്കാണ് ഒരു ആ ചിന്ത. അത് ജൂതൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പെമ്പിള്ളർക്ക് അങ്ങനത്തെ ചിന്ത വന്നാലേ എന്താവൂ, നാട് മോശമുള്ളൂ. എന്റെ ബോഡി. Thanks for watching video.